ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അയാളുടെ രാശി നക്ഷത്രം ഒക്കെ നോക്കിയിട്ട് അയാളുടെ ജാതകം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ അയാളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികാവസ്ഥ, ആരോഗ്യം, മരണം എഴുതുമോ? മരണത്തെ കുറിച്ച് എഴുതും. അത് ഒരു 80% സത്യാവോ? ശരി. ഒരു പ്രദേശത്ത് ഒരു പ്രളയം ബാധിക്കുന്നു, ഒരു സുനാമി അടിക്കുന്നു, അല്ലെങ്കിൽ ഭൂമി ഉൽക്കുണ്ടാവുന്നു. ഈ എല്ലാവരുടെയും ജാതകം ഒരുപോലെ ആയിരുന്നിരിക്കുവോ? അതിന് സംഹിത ശാസ്ത്രം പഠിക്കണം. അല്ല, പറഞ്ഞു അറിയാൻ വ്യക്തി ജാതകമല്ല, അത് ബൃഹത് സംഹിത പഠിക്കണം. ജാതകം എന്ന വാക്കിന്റെ അർത്ഥം കിം ജാതക, എപ്പോൾ ജനിച്ചു. ഒരു വ്യക്തി പുറത്തു വരുന്ന സമയം വെച്ചിട്ട് അകത്ത് മാതാപിതാക്കൾ പറയട്ടെ, ഒരു വ്യക്തി ജനിച്ച് പുറത്തു വരുന്ന സമയം വെച്ച് അകത്തേക്ക് ഗുണിച്ചിട്ട് ആധാന ലഗ്നം, അതായത് അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ചിട്ട് ജീവൻ എപ്പോൾ ഉത്ഭവിച്ചെന്നുള്ള ആധാന ലഗ്നം വരെ കണ്ടെത്തിയിട്ട് ഈ ഗർഭിണിയെ കണ്ടിട്ട് ആ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ജാതകം എഴുതി കൊടുത്ത ജ്യോത്സ്യന്മാർ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയട്ടെ. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എനിക്ക് മനസ്സിലായി. ഇതിനോടകം ഞാൻ പറയുന്നത് പറയട്ടെ. ഒരു ഗർഭത്തിൽ 3 കുട്ടികളുണ്ട്. 3 കുട്ടികൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിക്കുന്നു. ഇവരുടെ 3 പേരുടെയും ജാതകം നിങ്ങൾ എഴുതുന്നു. ഇത് വ്യത്യസ്തമായിരിക്കോ? ഒരിക്കലും അല്ല. ബേർഡ്സ് ആർ ഈച്ച് ഫെദേഴ്സ്. ഓ, അടിപൊളി. ഈ 3 പേരുടെയും മരണം നിങ്ങൾ എഴുതുന്നു. അതിന് മറുപടി പറഞ്ഞോട്ടെ. ഒരേ ദിവസം മരിക്കും. ഈ 2 കാര്യങ്ങളും പറയും. ശാസ്ത്രത്തിലെ 2ാമത്തെ പ്രമാണത്തിൽ പറഞ്ഞു നമ്മളൊക്കെ പുനർജനിക്കുന്നവരാണെന്നാണ് ഇത് നമ്മൾ വച്ചേക്കണേ. ആ പുനർജനത്തിന്റെ പൂർവ്വജന്മം അത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോ ഇവരുടെ മരണകാലങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. ഒരു ഗർഭപാത്രത്തിലാണ് ഈ 3 ജനനമെങ്കിൽ പോലും ഈ ഒരു 3 ജീവൻ ഈ ഗർഭപാത്രത്തിൽ കൊടുക്കുന്നതാണ്. ആ 3 ജീവന്റെ പൂർവ്വ ദുരിത ദുഷ്കൃതങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു വരുന്നതാണ് ഈ ശാസ്ത്രത്തിൽ. മരണസമയം നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം പറയൂ, ഞാൻ പോകൂ. അങ്ങ് ഒരു ജനനസമയത്ത് അങ്ങ് ഒരു മുസ്തഫ ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചാൽ ഒരു അച്ഛന്റെയും അമ്മയുടെയും പ്രേരണ കൊണ്ട് ജനിച്ചതാണെങ്കിലും അങ്ങയുടെ ജീവൻ മറ്റൊരാളുടെയാണ്. അതാണ് പുനർജന്മം. ഈ നാഡീ ശാസ്ത്രം എന്നും പറഞ്ഞിട്ട് ഒരു ശാസ്ത്രം തമിഴ്നാട്ടിലുണ്ട്. നാഡീ ജ്യോതിഷം. ജ്യോതിഷം എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ ജാതകം അനുസരിച്ച് എന്റെ വിവാഹകാലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ജ്യോതിഷം അറിയാമെങ്കിലും എന്റെ വിവാഹത്തിനെ കുറിച്ച് അറിയുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒരു വിദേശിയുമായിട്ട് ഞാൻ അവിടെ പോയിരുന്നു. പോയ സമയത്ത് അദ്ദേഹം വിദേശിയാണെങ്കിലും മലയാളിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫിംഗർ പ്രിന്റ് മാത്രമേ എടുത്തുള്ളൂ. ഫിംഗർ പ്രിന്റ് മാത്രം എടുത്തിട്ട് ഞങ്ങൾ വന്നത് എവിടെയാണ്, എന്റെ അച്ഛനാരാണ്, അമ്മയാരാണ്, അതുപോലെ തന്നെ എന്റെ വിദ്യാഭ്യാസം, എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്റെ കഴിഞ്ഞ ജന്മം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് 32ാമത്തെ വയസ്സും 6 മാസം കഴിയുമ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ 48 മിനിറ്റ് സഞ്ചരിച്ചു പോകുന്ന സ്ഥലത്ത് നിന്ന് കുന്നും പുഴയും മലകളും ഒക്കെ ഉള്ള ഭാഗത്തു നിന്ന് ഹിമവാന്റെ പുത്രിയായ പാർവതി എന്ന നാമധേയത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന്. അതുപോലെ തന്നെ കോട്ടയം ഞാൻ താമസിക്കുന്നത് 1 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് ആ കോട്ടയത്ത് പോയി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാളാ. പിന്നെ കൂടെ വന്ന ആളിന്റെ ഭാര്യ 48ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞു. കൃത്യമായി അയാൾ ജീവിച്ചിരിപ്പുണ്ട്. 48ാമത്തെ വയസ്സിൽ ഹൃദയ സംബന്ധമായ രോഗം വന്ന ആ സ്ത്രീ മരിച്ചു. അപ്പൊ നാഡീ ജ്യോതിഷം സത്യമാണോ അല്ലയോ? സത്യമാണോ അല്ലയോ? എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.